അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല എള്ളിട്ട് വറുത്ത് വെച്ച അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. അതിന് ആദ്യം നമുക്ക് വറുത്തെടുക്കണം. അതിന് ആദ്യം നമുക്ക് 2 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ് വേണ്ടത്. ഇതെല്ലാം ഒന്ന് നമുക്ക് ഇളക്കിയിട്ട് ചൂടാക്കാം. നല്ലോണം പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു കടായ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് എള്ള് ചേർക്കാം. 2 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളത്. അതിലേക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 1-2 ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി എടുത്തിട്ട് നമുക്ക് നല്ലോണം വഴഞ്ഞെടുക്കാം. അങ്ങനെ തക്കാളിയും ഉള്ളിയൊക്കെ നല്ലോണം വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എള്ള്, പിന്നെ 2 ടീസ്പൂൺ ബിരിയാണി മസാല, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. മസാലേൻ്റെ എല്ലാം പച്ച മണം മാറുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലോണം മിക്സാക്കാം. അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. നല്ലോണം വീണ്ടും മിക്സാക്കാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെക്കാം. ഒരേ സമയം നമ്മൾ വെക്കാറ്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചിക്കൻ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവറുമാണ്, നല്ല ടേസ്റ്റുമാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അങ്ങനെ എള്ളിട്ട് വറുത്ത് വെച്ച ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ എടുത്തിട്ടുള്ളത് പാലപ്പാണ്. പാലപ്പൊന്നല്ല, എന്തും ഇതിന് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻസിലായിട്ട് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബായ്.